നമസ്കാരം. കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിനെ തുടർന്ന് അതൃപ്തി അറിയിച്ച ശ്രീ സുരേഷ് ഗോപിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി കേരള നേതാക്കൾ. സുരേഷ് ഗോപി താമസിക്കുന്ന ഹോട്ടലിലാണ് കേരളത്തിലെ നേതാക്കൾ എത്തിയത്. പി കെ കൃഷ്ണദാസ്, എം ടി രമേശ്, ബി ഗോപാലകൃഷ്ണൻ, വി കെ സജീവൻ എന്നിവരാണ് ദില്ലിയിലെ ഹോട്ടലിലെത്തി സുരേഷ് ഗോപിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഉന്നയിച്ച വിഷയങ്ങളിൽ ഇവർ ചർച്ച നടത്തും. പദവി ഒഴിഞ്ഞാൽ തിരിച്ചടിയാകുമെന്നും സുരേഷ് ഗോപിയെ ഇവർ അറിയിക്കും. അതേസമയം കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിന് അർഹമായ പരിഗണന കിട്ടിയെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. 2 മന്ത്രിമാരെ പ്രധാനമന്ത്രി തന്നത് വലിയ സഹായമാകും. കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് ചില ശക്തികളും മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇന്നലെ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ദില്ലിയിലെത്തിയപ്പോഴായിരുന്നു സുരേന്ദ്രന്റെ ഈ പ്രതികരണം. ഇരു മുന്നണികളുടെയും വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടായി. CPM പാർട്ടി ഗ്രാമങ്ങളിലെ വോട്ടുകൾ BJPക്ക് കിട്ടി. പിണറായി നടത്തിയ മുസ്ലിം പ്രീണനം UDFനെ സഹായിച്ചുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം നൽകിയത് പ്രധാനമന്ത്രിയാണ്. സംസ്ഥാന നേതൃത്വം ഇത് അറിയേണ്ട കാര്യമില്ല. അതിൽ തനിക്ക് റോളുമില്ല. നടപടിക്രമങ്ങൾ എങ്ങനെയെന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കണം. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളാണ് എന്നും കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. സഹമന്ത്രി പദവി ഏറ്റെടുക്കുന്നതിലെ ബുദ്ധിമുട്ട് BJP കേന്ദ്ര നേതാക്കളെ അറിയിച്ചതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുമായി കൂടിക്കാഴ്ച നടത്താനായി നേതാക്കൾ എത്തിയത്. ഏറ്റെടുത്ത സിനിമാ പ്രൊജക്ടുകൾ പൂർത്തിയാക്കണമെന്നാണ് സുരേഷ് ഗോപി കേന്ദ്ര നേതാക്കളെ അറിയിച്ചത്. ഇത് സംബന്ധിച്ചാണ് ഉന്നത നേതാക്കൾ സുരേഷ് ഗോപിയെ കാണാനായി എത്തിയത്. കേന്ദ്ര മന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. തൃശൂരിൽ മിന്നും വിജയം നേടി BJP കേരളത്തിൽ ലോക്സഭ അക്കൗണ്ട് തുറന്നിട്ടും സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിലാണ് സുരേഷ് ഗോപിക്ക് അതൃപ്തി. കേരളത്തിലെ മിന്നും ജയത്തിൽ അർഹമായ പരിഗണന കിട്ടിയില്ല എന്ന് തന്നെയാണ് താരത്തോട് അടുത്ത വൃത്തങ്ങളും പ്രതികരിച്ചത്. അതേസമയം സിനിമയിൽ അഭിനയിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം നൽകിയത് എന്നാണ് BJP നേതൃത്വം നൽകുന്ന വിശദീകരണം. സുരേഷ് ഗോപി സാംസ്കാരിക മന്ത്രാലയത്തിലേക്കെന്നാണ് സൂചന. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടെയാണ് കേരളത്തിൽ ലോക്സഭയിലേക്ക് BJP അക്കൗണ്ട് തുറന്നത്. മോദിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിച്ചിരുന്നു. എന്നാൽ ലഭിച്ചത് സ്വതന്ത്ര ചുമതലയില്ലാത്ത സഹമന്ത്രി സ്ഥാനം മാത്രമാണ്. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണയ്ക്കുള്ള മറുപടിയായി ജോർജ് കുര്യനും സഹമന്ത്രി സ്ഥാനം ലഭിച്ചു. തൃശൂരിൽ LDFനെയും UDFനെയും തറ പറ്റിച്ചുകൊണ്ട് നേടിയ വിജയത്തിന്റെ മാധുര്യത്തിൽ കല്ലുകടിയാക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഈ അതൃപ്തി. അതേസമയം സുരേഷ് ഗോപിക്ക് എതിരായ അഭിപ്രായമാണ് ഈ വിഷയത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞത്. കേന്ദ്ര മന്ത്രിസഭയിൽ കേരളത്തിന് അർഹമായ പരിഗണന കിട്ടി എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാദം. 2 മന്ത്രിമാരെ പ്രധാനമന്ത്രി തന്നത് വലിയ സഹായം തന്നെയാണ്. കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് ചില ശക്തികളും മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ദില്ലിയിൽ എത്തിയപ്പോഴായിരുന്നു സുരേന്ദ്രന്റെ ഈ പ്രതികരണം. അതിനിടെയാണ് സഹമന്ത്രി പദവി ഏറ്റെടുക്കുന്നതിലെ ബുദ്ധിമുട്ട് കാട്ടി BJP കേന്ദ്ര നേതാക്കളെ സുരേഷ് ഗോപി അറിയിച്ചത്.